Yes. Hello. Good morning, ma'am. Good afternoon. സുഖമല്ലേ എല്ലാവർക്കും? സുഖം. ഓക്കെ. യെസ്. അപ്പൊ നമ്മളുടെ ക്ലാസ്സസ് ഒക്കെ ഏകദേശം അല്ലെ തീരാറായി, കൺക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നാളത്തെ ഒരു ക്ലാസ് കൂടി നാളത്തെ ഒരു ക്ലാസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സസ് അവസാനിക്കും ഏകദേശം അല്ലെ. നിങ്ങളെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. എനിക്ക് പിന്നെ ക്ലാസ്സിൽ അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് ക്ലാസ്സസ് വേറെ വന്നു. അപ്പൊ അതുകൊണ്ട് അവിടെ കയറേണ്ടി വന്നു. പിന്നെ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ക്ലാസ് എന്റെ ഒരു ദിവസം ഇവിടെ ഒരു കോൺവെക്കേഷൻ വന്നപ്പോ പോകേണ്ടി വന്നപ്പോ എന്റെ ക്ലാസ് മിസ്സായി. അപ്പൊ എനിക്ക് ആകെ ഒരു ക്ലാസ് ഉള്ളൂ, അത് തീരില്ല എന്ന് എനിക്ക് തന്നെ മനസ്സിലായി. ബിക്കോസ് ആ ക്ലാസ്സസ് എനിക്ക് അറ്റൻഡ് ചെയ്യാതെ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വന്ദന മിസ്സിന് ക്ലാസ് ഏൽപ്പിച്ചത്. അപ്പൊ മിസ് അത് നന്നായിട്ട് എടുത്തു തന്നിട്ടുണ്ടാകും എന്ന് തോന്നുന്നു അല്ലെ. എല്ലാവർക്കും മനസ്സിലായല്ലോ മെഡിക്കൽ ഇൻഷുറൻസിന്റെ ബാക്കി ഭാഗം? ഓക്കെ വെരി ഗുഡ്. തന്നെയല്ല, ഇൻഷുറൻസ് ആയതുകൊണ്ടും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നന്നായി എടുത്തു. ഓക്കെ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്സ് ആണ്. കാരണം അതിന്റെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള തുടക്കം ആ ഒരു ഭാഗം ഞാൻ തന്നെ എടുത്തു. പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ചില ഇൻഷുറൻസ് സ്കീമുകളായിരുന്നു നമ്മൾ കണ്ടത് അല്ലെ. SHIയും അതുപോലെ ESIയും ഒക്കെ എന്ന് പറയുന്ന എന്താ പറയാ RSDY കുറെ ഇൻഷുറൻസ് പദ്ധതികളും അവരുടെ പ്രധാനപ്പെട്ട അവര് കൊടുക്കുന്ന ബെനിഫിറ്റുകളും ഒക്കെ നമ്മൾ കണ്ടു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് അത്തരം ടോപ്പിക്സ് ആയതുകൊണ്ടാണ് ഞാൻ ധൈര്യം മിസ്സിന് കൊടുത്തത്. അത് എടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നിങ്ങളെ കാണണം എന്ന് തോന്നി. കണ്ടില്ലല്ലോ മര്യാദയ്ക്ക്. അതായത് നമുക്ക് അങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് മാറാൻ പറ്റിയില്ല. കാരണം അടുത്ത ക്ലാസ്സും വരും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷെ മൺഡേയിലാണ് ഒരു കോൺവെക്കേഷൻ വന്നപ്പോ അവിടെ പോകേണ്ടി വന്നു തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ക്ലാസ് എടുത്ത് തീർത്തരാൻ പറ്റാഞ്ഞത്. അപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് അതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ക്ലിയർ ആയിട്ട് ടീച്ചർ എടുത്തു തന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ ഇനി ക്ലാസ്സസ് ഇനി നമുക്ക് ഇല്ല. അപ്പൊ നാളെ ഒരു ക്ലാസ് കൂടി ഉള്ളൂ. അത് രമ്യ മിസ്സും അതുപോലെ തന്നെ അറിഞ്ഞ മിസ്സും അവരെ കൂടി കുറച്ച് ഭാഗങ്ങളിലേ ഉള്ളൂ. രമ്യ മിസ്സിന് ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ അതവിടെ എടുത്ത് കൺക്ലൂഡ് ചെയ്ത് അവരും ചിലപ്പോൾ എന്താ പറയാ നാളത്തോട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ അവസാനിക്കും എന്നാണ് കേട്ടോ. ശരിക്കും ആദ്യം മൺഡേ തീർക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിനിടയ്ക്ക് നമുക്ക് 1-2 ക്ലാസ് മിസ്സായതുകൊണ്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഒരു എക്സാം നടത്തണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു എക്സാം നടത്തിയത്. അപ്പൊ അതുകൊണ്ട് ഇനി ഉള്ള ഭാഗം കൂടി ഒക്കെ ചേർത്ത് പഠിച്ച് നല്ല കുട്ടികളായിട്ട് എല്ലാവരും നല്ല രീതിയിൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് മോഡൽ എക്സാമും അതുപോലെ തന്നെ ഫൈനൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് എല്ലാവരും എന്താ പറയാ നല്ല കുട്ടികളായിട്ട് ഇരിക്കണം. നല്ല രീതിയിൽ അതുപോലെ തന്നെ എന്താ പറയാ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ജോലിക്ക് വേണ്ടിയിട്ട് ചിലരൊക്കെ ഉണ്ടായിരിക്കും ഇതിനകത്ത്. അപ്പൊ ഇല്ലാത്തവർ ഇനിയെങ്കിലും തുടങ്ങുക. എക്സാമിന്റെ ടൈം ടേബിൾ എല്ലാം നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമില് ഇട്ട് തരും. മിക്കവാറും കൊണ്ട് നാളെ തന്നെ ഇട്ട് തരും. നാളെയാണോ ലാസ്റ്റ് ക്ലാസ്സിന്റെ സമയത്താണ് അത് പ്രൊവൈഡ് ചെയ്യാം. അപ്പോ മോഡല് എക്സാം ഉണ്ടല്ലോ 1, 2, 3, 4 ഓരോന്നിന്റെ മോഡൽസ് കഴിഞ്ഞിട്ട് നമ്മൾ മൊഡ്യൂളിന്റെ മോഡൽ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എക്സാം മോഡല് നമ്മൾ എന്തായാലും ഉണ്ട്. അപ്പൊ ആ മോഡലും അതുപോലെ തന്നെ അതിന്റെ ഫൈനൽ എക്സാമും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടൈം ടേബിൾ ആയിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ട് തരും. കൃത്യമായിട്ട് അതിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ വായിച്ചു നോക്കി കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരുങ്ങുക. ഓരോ മൊഡ്യൂളുകളും നിങ്ങൾ കൃത്യമായിട്ട് മെയിൻ എക്സാമിന് വേണ്ടി മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് ഒരുങ്ങി തയ്യാറായി ഒക്കെ എടുത്ത് അല്ലെ ചെയ്യാം. കാരണം പഠിച്ചത് നമ്മൾക്ക് പ്രാവർത്തികമാക്കാനുള്ള അവസരം ആണ് നിങ്ങളുടെ ഇന്റേൺഷിപ്പിലും അതുപോലെ നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോഴും ചെയ്യാറുള്ളത്. വെറുതെ എക്സാമിന് വേണ്ടി മാത്രം നമ്മൾ പഠിച്ചതുകൊണ്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, അപ്പൊ അതുകൂടി മനസ്സിൽ വെച്ചിട്ട് പഠിക്കുക. അപ്പൊ എല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല കുട്ടികളായിട്ട് എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്തു. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുകയും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ചൊക്കെ ക്ലാസ്സുകളൊക്കെ ഒരുവിധമൊക്കെ നന്നായി എടുത്തു തരാൻ പറ്റി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വിശ്വാസമുണ്ട് അതില്. ആൻഡ് നിങ്ങളുടെ കോപ്പറേഷൻ
നിങ്ങളുടെ സഹകരണവും അതിന് ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എവിടെ കാണാം? ട്രീസ മാഡം എത്തിയിട്ടുണ്ട്. എവിടെ കാണാം നമുക്ക്? ഇനി നമുക്ക് ഇവിടെ കാണാം, സർട്ടിഫിക്കറ്റ്സിന് വരുമ്പോ കാണാം അല്ലെ, കോൺവെക്കേഷന് കാണാം. അപ്പൊ അതിന് എല്ലാവർക്കും വരാൻ പറ്റട്ടെ, നമുക്ക് സാധിക്കട്ടെ എന്നുകൂടി ഇപ്പൊ ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ വരുമ്പോ നമുക്ക് നേരിട്ട് കാണാം. എല്ലാവരെയും നേരിട്ട് കാണുമ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ നിങ്ങൾക്ക് ഞങ്ങളെ മനസ്സിലാകും. ഓക്കെ, അത് ഓർക്കുക. നിങ്ങളാണ് പറഞ്ഞിട്ട് ഇപ്പൊ പാരന്റ്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആയിട്ടായിരിക്കും വരും. നമ്മള് കാണുമ്പോ കുട്ടികളാരാണെന്ന് മനസ്സിലാവില്ല, കാരണം എല്ലാവർക്കും ഒരുമിച്ചില്ല വരിക. അപ്പൊ ഏതാണ് നമ്മൾ പഠിപ്പിച്ച സ്റ്റുഡന്റ് ഏതാണെന്ന് മനസ്സിലാവില്ല. നിങ്ങൾ വന്ന് നമ്മളുടെ അടുത്ത് വന്നിട്ട് മിസ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വരുമ്പോഴായിരിക്കും നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, ഇത് ഇന്നതാണ് എന്ന് അല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ കാണുമ്പോൾ വരിക. അപ്പൊ എത്രയും പെട്ടെന്ന് എക്സാം ഒക്കെ എഴുതി നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നിങ്ങളോടൊന്ന് ഒരു എന്താ പറയാ, താൽക്കാലികമായിട്ട് എന്താ പറയാ, നമുക്കൊരു ബൈ പറയാൻ വേണ്ടിയിട്ട് വന്നതാ. ഓക്കെ, PG ഈ ക്ലാസ് കഴിഞ്ഞതിന്റെ എക്സാം ആണ്. എക്സാം കഴിഞ്ഞിട്ട് മനസ്സിലായി, എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഡേറ്റ് തരും. അത് ആ ദിവസങ്ങൾ തുടങ്ങിയിട്ട് PGയുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് PGക്ക് ജോയിൻ ചെയ്തിരിക്കുന്നവർക്ക് ഉണ്ടാകുക. ഓക്കെ, ഇതിനകത്ത് കുറച്ച് പേരൊക്കെ PG എടുക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തവരാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഡിപ്ലോമയുടെ എക്സാംസ് ഒക്കെ കഴിയുമ്പോ ഒരു ടൈം ടേബിൾ ഒക്കെ തരും. നിങ്ങൾക്ക് ഇന്ന ദിവസം തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് അറിയിപ്പ് കിട്ടും. അതനുസരിച്ച് PG ക്ലാസ്സസ് നിങ്ങൾക്ക് തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഡേറ്റ് ഒക്കെ ഇവിടുന്ന് ഇഷ്യൂ ചെയ്യും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ PG ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഇനി അതിന് ഇൻട്രൊഡക്ഷൻ അതൊന്നും ഉണ്ടാവില്ല, നേരിട്ട് ക്ലാസ്സസ് ആണ്. കാരണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഇൻട്രൊഡക്ഷൻ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞതാണ്. അപ്പൊ പിന്നെ അവിടെ ഇനി സെപ്പറേറ്റ് ഒരു ഇൻട്രോ ഒന്നും ഇല്ല, നേരിട്ട് നമുക്ക് ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, നാളത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് സ്റ്റഡി ലീവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ, സ്റ്റഡി ലീവ് ഉൾപ്പെടെയുള്ള ടൈം ടേബിൾ ആയിരിക്കും നിങ്ങളുടെ ക്ലാസ് റൂമിൽ വരിക. ഓക്കെ, നാളെ ക്ലാസ് ഉണ്ട്. നാളത്തെ ക്ലാസ് എനിക്ക് ഇനി അവരുടെ ക്ലാസ് കുറച്ച് തീർക്കാനുണ്ടല്ലോ, അതുകൊണ്ട് അവരുടെ ബ്രേക്ക് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. മിസ്സിന്റെ ഇപ്പൊ ഓൾറെഡി തീർന്നതാണ്. അപ്പൊ ഒന്ന് ചെറുതായിട്ടൊരു റിവിഷൻ തരാൻ വേണ്ടിയിട്ട് കയറുന്നതാണെന്ന് പറഞ്ഞ്, അപ്പൊ അതുകൊണ്ട് അത് കഴിഞ്ഞപ്പോ ഞാൻ 10 മിനിറ്റ് എനിക്ക് തരണം എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ് നിങ്ങളെ കാണാൻ തരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വിളിച്ചില്ല, പക്ഷെ ഞാൻ വന്നു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വൺസ് അഗെയിൻ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എക്സാംസ് ഒക്കെ എഴുതാ, നല്ല രീതിയിൽ എക്സാം ഒക്കെ എഴുതി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഇനി കോൺവെക്കേഷന് കാണുന്നത് വരെ ഓക്കെ, ലവ് യു ആൾ. Thank you, and thank you for all your support and cooperation. Okay, so see you soon. നിങ്ങൾ എത്രയും പെട്ടെന്ന് കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. And once again, love you all. Okay, thank you. Bye.